ഇസ്രായേൽ നടത്തിയ സൈബർ ആക്രമണത്തിൽ ലോകത്തെ ഞെട്ടിച്ച സൈബർ ആക്രമണത്തിൽ ഹിസ്ബുള്ളയ്ക്ക് നഷ്ടമായത് കുറച്ചുപേർ മാത്രം. 50ഓളം മരണങ്ങളാണ് ലെബണനിൽ ഉണ്ടായത്. ഇതിൽ ഹിസ്ബുള്ള പോരാളികൾ മരിച്ചത് 9 പേർ മാത്രമാണ്. ഒരുപാട് പേർക്ക് കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. എന്ത് ചതി ചെയ്യാമോ ആ ചതിയെല്ലാം ചെയ്തുകൊണ്ട് ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഒരു ചോദ്യം ബാക്കി വയ്ക്കുന്നു പൊളിറ്റിക്സ് കേരള. ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ ശക്തമായ ആക്രമണം നടത്തിയപ്പോൾ അത് തങ്ങളുടെ സൈനിക വിജയത്തിന്റെ പൊൻതൂവലായി കൊണ്ടാടുമ്പോൾ ഹിസ്ബുള്ള പറഞ്ഞ ഒരു കാര്യമുണ്ട്: തിരിച്ചടി ഉണ്ടാകും, അതുറപ്പ്. പക്ഷെ ഞങ്ങൾ സാധാരണക്കാരായ ജനങ്ങളെ കൊല്ലില്ല. ലെബണനിലെ ജനങ്ങൾ പരിഭ്രാന്തരാണ്. എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥ. മാത്രമല്ല, ലെബനനിൽ ഇസ്രായേൽ കാണിച്ചത് നാളെ നമ്മുടെ ഇന്ത്യയിലും അവർ കാണിക്കും. ഇന്ത്യ ഇസ്രായേലുമായി ഇപ്പോൾ അകൽച്ചയിലാണ്. ഇസ്രായേലുമായി അകൽച്ചയിൽ നിൽക്കുന്ന ഇന്ത്യ നാളെ ഇസ്രായേലിന്റെ ഇതേ കണക്കുള്ള ഒളി യുദ്ധത്തിന് ഇരയാകേണ്ടി വരും. ഇസ്രായേലിന് പിന്നീട് ശ്മശാന പാടാൻ അമേരിക്കയും ഉണ്ടാകും. അതുകൊണ്ട് ഇത് കണ്ട് സംഖ്യകൾ കൈയടിക്കേണ്ട. ലെബണനിൽ നടത്തിയ ഇസ്രായേലിന്റെ ക്രൂരമായ ആക്രമണം കണ്ട് സംഖ്യകൾ കൈയടിക്കേണ്ട. സംഖ്യകൾക്ക് കൈയടിക്കാൻ ഇനി അവസരം തരാം. കുറെ കാലമായി പാകിസ്ഥാനാണ് ഇന്ത്യയുടെ മുഖ്യശത്രു. ഇസ്രായേലുമായും ഉക്രൈനുമായും ഒക്കെ നല്ലൊരു ബന്ധം ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഇതോടെ വല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. പരിതാപകരമായ അവസ്ഥയിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സംഘികുട്ടന്മാർ കുറുബടിയുമേന്തി ആയുധാഭ്യാസമൊക്കെ നടത്തിക്കോളൂ. കമ്മ്യൂണിസ്റ്റുകളെ ഒറ്റക്കുത്തിൽ എങ്ങനെ കൊല്ലാം എന്നതിനെ കുറിച്ചുള്ള അഭ്യാസങ്ങളൊക്കെ നടത്തിക്കോളൂ. പക്ഷെ ഇത് കളി വേറെയാണ്. ഇത് കളി അന്താരാഷ്ട്ര കളിയാണ്. അന്താരാഷ്ട്ര കളിയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ലെബണനിൽ സംഭവിച്ചത് കണ്ട് മൂക്കത്ത് വിരളിച്ചിരിക്കുന്ന ലോകരാഷ്ട്രങ്ങൾ, ഇന്ത്യ അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇസ്രായേലിനെ ഉപയോഗിച്ച് അമേരിക്ക ഒരു 3ാം ലോക മഹായുദ്ധത്തിന് കോപ്പുകൂട്ടുന്നു എന്ന വസ്തുതയാണ്. അങ്ങനെ മാത്രമേ ചിന്തിക്കാൻ പറ്റൂ. ഒരു 3ാം ലോക മഹായുദ്ധം തിരികെ ഒരു വൻശക്തിയാകാൻ അമേരിക്കയ്ക്ക് അനിവാര്യമാണ്. റഷ്യ ഉക്രൈൻ കീഴടക്കാനിറങ്ങിയപ്പോൾ റഷ്യക്കെതിരെ ഉക്രൈന് ആയുധങ്ങൾ നൽകി അമേരിക്ക. ഒരുപാട് ആയുധങ്ങൾ നൽകി, അത്യന്താധുനിക ആയുധങ്ങൾ. ആ ആയുധങ്ങളൊക്കെ ജലരേഖയായി മാറി. ഉക്രൈൻ പ്രവിശ്യകളിൽ ശക്തമായ ആക്രമണം നടത്തുകയാണ് റഷ്യ ഇപ്പോൾ. അമേരിക്ക ഒന്നുകൂടി മനസ്സിലാക്കിയിട്ടില്ല. റഷ്യൻ സൈന്യത്തിന്റെ കുറച്ച് എണ്ണം മാത്രമേ ഇപ്പോൾ ഉക്രൈനെതിരെ യുദ്ധം ചെയ്യുന്നുള്ളൂ. അവരുടെ വാഗ്നർ സേനയും ചെച്ചിയൻ സേനയും ഒക്കെ. അതുകൊണ്ട് അവരുടെ യഥാർത്ഥ ശക്തി ഇതുവരെയും അവർ വെളിപ്പെടുത്തിയിട്ടില്ല. ഇസ്രായേലാകട്ടെ തങ്ങളുടെ ശക്തി വെളിപ്പെടുത്തിക്കൊണ്ട് ലോകത്തെ ഒന്നാകെ ഞെട്ടിക്കുന്നു. ആ ഞെട്ടൽ മറികടക്കാൻ, ആ ജട്ടലിനെ മറികടക്കാൻ ലോകത്തിന് കഴിഞ്ഞിട്ടുമില്ല. കാരണം 2 ദിവസമായി ലെബണനിൽ സ്ഫോടന പരമ്പര അരങ്ങേറുന്നു. കാഴ്ചശക്തി നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, മുഖത്തെ മാംസം ഇളകിത്തെറിച്ചവർ, അങ്ങനെയുള്ള ഒരുപാട് പേർ ഇപ്പോൾ ലെബണനിലുണ്ട്. അതുകൊണ്ടാണ് ലെബണൻ ഔദ്യോഗികമായി യുദ്ധം പ്രഖ്യാപിച്ചത് ഇസ്രായേലിനെതിരെ. ഇന്ന് ലെബണനിൽ സംഭവിച്ചത് നാളെ ഏത് രാജ്യങ്ങളിലും സംഭവിക്കാം. കാരണം ഇസ്രായേൽ തങ്ങൾക്കെതിരായ രാജ്യങ്ങളിൽ സൈബർ അറ്റാക്ക് നടത്തുന്നു. സൈബർ അറ്റാക്ക് നടത്തുക മാത്രമല്ല, അവർ പല വിധത്തിൽ അവിടെ അധിനിവേശത്തിന് ശ്രമിക്കുന്നു. ആ അധിനിവേശത്തിനെ നെഞ്ചുപിരിച്ചു നിന്ന് പോരാടാൻ ഹിസ്ബുള്ളയും ഹമാസും അടക്കമുള്ള ചാവേർ സംഘങ്ങൾ എന്നും ഉണ്ടാകും. അതുകൊണ്ട് ഇസ്രായേലിലെ നെതന്യാഹു ഇതൊരു ശാശ്വത വിജയം പോലുമല്ല. വാക്കി ടോക്കുകൾ നിങ്ങൾ പൊട്ടിത്തെറിപ്പിച്ചതും പേജർ
പൊട്ടിത്തെറിപ്പിച്ചതും മൊബൈൽ ഫോൺ പൊട്ടിത്തെറിപ്പിച്ചതും ഒക്കെ നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്ന സംഭവമാണെങ്കിൽ, മറുവശത്ത് ഇതിന് ഈ പൊട്ടിത്തെറികൾക്ക് തിരിച്ചടി നൽകാൻ ഹിസ്ബുള്ളയും തീരുമാനിച്ചിരിക്കുന്നു. ഇനിയെല്ലാം കളിയാണ്, ഇനിയെല്ലാം യുദ്ധ കളിക്കളത്തിലാണ്.